ഹായ് ഫ്രണ്ട്സ്, കിടിലൻ നാടൻ പച്ചപ്പയർ മണികൾ എടുത്ത് കറി വെച്ച് നോക്കിയാലോ? ഒരു പാലക്കാടൻ രുചിയോടെ. നമുക്ക് കിടിലൻ പയർ മണികൾ തോല് കളഞ്ഞിട്ട് അടിപൊളിയായിട്ടൊരു സൂപ്പർ കറി ഉണ്ടാക്കാം. കുറ്റിപ്പയറിൻ്റെ മണികളാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണക്കമീനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. സാധാരണ മണിയായി എടുത്ത് ഇങ്ങനെ ഓരോന്ന് മണി കളയാനൊന്നും വലിയ പണിയൊന്നുമില്ല. അത് ഇങ്ങനെ കൈകൊണ്ടാക്കിയാൽ മതി. ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പരിപാടി അത്രേ ഉള്ളൂ. മുത്തശ്ശി പണ്ടൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പയറുമണികൾ കളയാൻ പറ്റും, എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്, രക്ഷയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പയർ ഇഷ്ടമാണ്? ഓരോ പയറുമണികളായി എടുക്കുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും നല്ല തണുപ്പാണ് കേട്ടോ ബാംഗ്ലൂർ ഇപ്പം. ചിലതൊന്നും മൂക്കാറായിട്ടില്ല, മൂക്കുന്നേ ഉള്ളൂ. എന്നാലും ഇപ്പം മണിയല്ലേ നമ്മൾ കറി വയ്ക്കുന്നത്, മണി മാത്രം എടുക്കാം. കുക്കിംഗ് അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഈസി ആയിട്ടും ചെയ്യും, ഈസി അല്ലാതെയും ചെയ്യും. ഈസി ആയ ഐറ്റം പലതുണ്ട്, ഈസി അല്ലാത്ത ഐറ്റത്തിന് ടേസ്റ്റ് പോകും. നമ്മുടെ നെൽപ്പാടത്തെ എല്ലാ മഴക്കാലത്തും ആദ്യത്തെ പഞ്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ പയറും പാടത്തിൻ്റെ സൈഡിലെ വരമ്പിൽ കുഴിച്ചിടാറുണ്ട്. ഇപ്രാവശ്യം അമ്മയ്ക്ക് കാലിന് സുഖമില്ലാതെ കിടപ്പായതുകൊണ്ട് പയറും കുഴിച്ചിട്ടിട്ടില്ല, നെൽകൃഷിയും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു പച്ചക്കറിക്കാരനുണ്ട്, ഒരു തമിഴ് ആളൊരു പാവ. അപ്പോൾ നമുക്ക് 2 പേർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ അവിടെ നിർത്തും. ബാക്കി എവിടെയെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ 1 കിലോ 1/2 കിലോ ഒക്കെ വാങ്ങണം പറയും, അത് കൂടിപ്പോവും. അപ്പം അയാളിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു അടിപൊളി പയറ് കണ്ടപ്പോൾ നൊസ്റ്റാൾജിക് ഫീലിംഗ്. പാടത്തുനിന്ന് അമ്മ പറിച്ചിട്ട് വന്നിട്ട് ഓരോ മണികൾ എടുത്തിട്ട് നങ്കിമീനും ഉണക്കനങ്കിമീനും ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കറി വയ്ക്കലുണ്ട്, അത് വേറെ. പക്ഷേ നമുക്കിന്ന് വെജിറ്റേറിയൻ സ്റ്റൈലിൽ ഉണ്ടാക്കാം. വെറും പയറുമണികൾ മാത്രം, നിറയണ്ടല്ലോ. അവിടെ പയറ് തൊലി പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ വേസ്റ്റ് കളയണം, അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ വേസ്റ്റ്
ഇത്രയും അടിപൊളി, സൂപ്പർ. ഇത്രയും മണികളുണ്ട്, എന്താ രസം അല്ലേ? അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് കടുകിടുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടി ഇടുക. ഒപ്പം ആ തക്കാളിയും കൂടി അങ്ങോട്ട് വാരി ഇടുക. ഇനി നമുക്ക് ഓരോ മണികളായി അടർത്തിയെടുത്ത പയറുമണികൾ കൂടെ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ തൂവിക്കൊടുത്ത് അതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. മല്ലിപ്പൊടി ഒട്ടും കുറയാതെ 1.5 സ്പൂൺ കൂടെ ചേർക്കാം. കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് ഒരൽപ്പം ഉപ്പ് കൂടെ തൂവിയിടാം. വാളംപുളി കലക്കി വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, കുരുമുളക് എന്നിവ അതിലേക്ക് ചേർത്ത് മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പയറുമണി കറി റെഡിയായി. അതായത് പയറുമണി പുളി, പാലക്കാടൻ സ്റ്റൈൽ പയറുമണി പുളിക്കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിനോടൊപ്പം വേണമെങ്കിൽ ദോശയോടൊപ്പം കൂടെ കഴിക്കാം, നോ പ്രോബ്ലം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. താങ്ക് യു. വ്യത്യസ്തമായ രുചിക്കൂട്ടുകളും ട്രാവൽ എക്സ്പീരിയൻസും അമ്പലവിശേഷങ്ങളും എല്ലാം ഈ ചാനലിലുണ്ട്. കാണാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വിഭവവുമായി ഉടനെ കാണാം. താങ്ക് യു. ഇഷ്ടപ്പെട്ടില്ലേ?